അവിടെ കൊണ്ടുവരികയും. ഇതിനാണ് നമ്മൾ സഹകരിക്കുന്നത്. എവിടെയാണ് സഹകരിക്കുന്നത്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് സഹകരിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ്? തെളിച്ചം കിട്ടാനാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് സഹകരിക്കുന്നതിൻ്റെ താല്പര്യം തെളിച്ചത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ തർക്കത്തിൽ ഒരു കാരണവശാലും തെളിച്ചം കിട്ടത്തില്ല. തർക്കം കൊണ്ട് ഒരു കാരണവശാലും തെളിച്ചത്തിൻ്റെ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഒരുമ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മളുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്ന ഭാഗത്താണ്. നമ്മൾ സത്സംഗം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എത്തുന്നതിൽ എന്തെങ്കിലും പ്രായോഗികതയുള്ളൂ. അതിൽ മറ്റൊരാളെ വിരൽ ചൂണ്ടുന്നത് കൊണ്ട്, മറ്റൊരു വ്യക്തിയെ വിരൽ ചൂണ്ടുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും പ്രായോഗികമായിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അത് വ്യക്തിത്വ ബോധത്തിൻ്റെ ഭാഗവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു പ്രവണതയാണ് ഒരു വ്യക്തിയെ വിരൽ ചൂണ്ടുമ്പോൾ. നമ്മൾ വ്യക്തിയെ വിരൽ ചൂണ്ടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാകണം. നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ സജീവമായാൽ മാത്രമേ, നമ്മുടെ പ്രവർത്തനത്തിൽ തുടർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ വിരൽ ചൂണ്ടാതെ സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകത്തുള്ളൂ. അതാണ് ആദ്യത്തെ ശേഷി. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വൃത്തി ഉണ്ടാകണം. അത് കൈവരിച്ച് തുടർന്നാൽ മാത്രമേ മറ്റൊരു വ്യക്തിയെ ചൂണ്ടാതെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരു വ്യക്തിയെ ചൂണ്ടി സംസാരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ കോട്ടങ്ങളുണ്ടെന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് സംസാരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തിത്വ ബോധത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ വീണ്ടും വൃത്തി ഏർപ്പെടുത്തേണ്ടി വരും. നമ്മൾ മറ്റൊരു വ്യക്തിയെ ചൂണ്ടാതെ സംസാരിക്കുന്നതാണ് നമ്മളുടെ പ്രായോഗിക തലത്തിൻ്റെ ആരംഭം. കാരണം വ്യക്തിത്വ ബോധത്തെ കയ്യിലെടുക്കാനാണ്, ശരീരത്തെ കയ്യിലെടുക്കാനല്ല. ശരീരത്തെയാണ് നമ്മൾ വിരൽ ചൂണ്ടാൻ പറ്റുന്നത്. ബോധത്തെ വിരൽ ചൂണ്ടാൻ പറ്റത്തില്ല. ബുദ്ധിക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല. വ്യക്തിബോധം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് വ്യക്തി അധിഷ്ഠിതമാകരുത്. സത്സംഗം വ്യക്തി അധിഷ്ഠിതമാകരുത്. രാത്രിയും പകലും അവിടെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ നമ്മളുടെ പ്രവർത്തനത്തിൽ നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, അതിൽ വൃത്തി ഉണ്ടാക്കുക. സത്യസന്ധമായിട്ട് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഫലമിച്ഛിക്കാതെ. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്? എൻ്റെ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫലം ഈ തെളിച്ചത്തെ മറച്ചു കളയുന്നതാണ്. വളരെ സർവ്വസാധാരണമായിട്ട് സമൂഹത്തിൽ മനുഷ്യർ ഐക്യത്തോടുകൂടി സഹകരിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരും സഹകരിക്കാനുള്ള ഒരു അവസരം അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏത് വ്യക്തിയുടെയും താല്പര്യം മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു കാരണവശാലും ഫ്രിക്ഷൻ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഏത് വ്യക്തിയുമായിട്ടാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തിയുമായിട്ടുള്ള ഫ്രിക്ഷൻ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ നിരന്തരം കഴിയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഫ്രിക്ഷൻ ഇല്ലാണ്ടാക്കുന്നിടത്താണ് നമുക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ സമൂഹത്തിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് ഉള്ള ഫ്രിക്ഷൻ തീരുന്നില്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിൽ യാതൊരു കാര്യമില്ല, ഒരിക്കലും പറ്റത്തില്ല. കാരണം ആ ഫ്രിക്ഷനാണ് അത് പല രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് അത് പ്രകടമാകും. അവിടെ ഒരു കാരണവശാലും അതിന് താളം കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ താമസിക്കുന്നിടത്ത് വീട്ടിലാണ് നമ്മുടെ സാധനയുടെ ആരംഭം. വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് ഉള്ള ബന്ധം കൃത്യമായിട്ട് കർമ്മമണ്ഡലത്തിൽ മറ്റുള്ളവരെ ചോദ്യം ചെയ്യാതെ എത്തുന്നിടത്താണ്, മറ്റൊരാളെ ചോദ്യം ചെയ്യാതെ അയാളോട് സഹകരിക്കാൻ സാധിക്കുന്നിടത്താണ് സത്സംഗിൻ്റെ പ്രായോഗിക തലങ്ങൾ ഉണർന്നു വരുന്നത്. എവിടെ മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു, അപ്പോൾ ശരീരത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. മറ്റൊരാളെ ചോദ്യം ചെയ്യുമ്പോൾ ശരീരത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്വഭാവനത്തിൽ, വൃത്തിയുടെ ആരംഭം സ്വഭാവനത്തിലാണ്. കർമ്മമണ്ഡലത്തിൽ ഫലമിച്ഛിക്കാതെ ഗൃഹത്തിൽ ഫലമിച്ഛിക്കാതെ പ്രവർത്തിക്കുന്നിടത്താണ്. കൂടുമ്പോൾ ഇമ്പമുള്ള അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിച്ച് തുടരുമ്പോഴാണ് ഒരു ദിവസത്തെ കർമ്മം വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ദിവസത്തെ കർമ്മം വൃത്തിയായിട്ട് അലസതയില്ലാതെ
അലംഭാവമില്ലാതെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾക്ക് സത്സംഗ പൊതു സമക്ഷത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് സഹകരിക്കാൻ. കാരണം നമ്മൾ മനുഷ്യരെല്ലാവരുമായിട്ട് വീട്ടിൽ സഹകരിച്ചതുപോലെ തന്നെ, വീട്ടിലുള്ള അംഗങ്ങളെ ബഹുമാനിക്കുന്ന പോലെ തന്നെ നമുക്ക് പൊതുനിരത്തിലുള്ള എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മൾ പ്രായോഗിക ജീവിതത്തിൻ്റെ തുടർച്ച സംഭവിക്കുന്നത്. വീട്ടിലെ അംഗങ്ങളെ എങ്ങനെയാണ്, വീട്ടിലുള്ള അംഗങ്ങളോടുള്ള നമ്മുടെ സംസാര രീതി, അവരോട് നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്, അതുതന്നെയാണ് നമ്മൾ എല്ലായിടത്തും കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമുക്കൊരിക്കലും ലോകത്ത് സമാധാനത്തിൻ്റെ ഭാഗം കൈവരിക്കാൻ പറ്റത്തില്ല. ലോകത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ രീതിയിലെ ആരംഭം ഒരു വ്യക്തിയുടെ ഉള്ളിലാണ്. സമാധാനത്തിൻ്റെ ആരംഭം മറ്റൊരുത്തരുടെ അസ്വസ്ഥത കണ്ടെത്തുന്നിടത്തല്ല, എന്നിലെ അസ്വസ്ഥത നിർവീര്യം ചെയ്യാൻ സാധിക്കുന്നിടത്താണ്. എന്നിലെ സൂക്ഷ്മമായിട്ടുള്ള അസ്വസ്ഥത മാറ്റുമ്പോഴാണ് മറ്റൊരുത്തലിനെ അസ്വസ്ഥത കൂടി എന്നിൽ മാറ്റാൻ സാധിക്കുന്ന സവിശേഷത ആരംഭിക്കുന്നത്. മറ്റൊരുത്തലിൻ്റെ അസ്വസ്ഥത എന്നിൽ മാറ്റാൻ സാധിക്കും. മറ്റൊരുത്തലിൻ്റെ അസ്വസ്ഥത കാണാതെ ഇരിക്കാൻ എന്നിലോട്ട് ആ അസ്വസ്ഥത കൊണ്ടുവരികയും ആ അസ്വസ്ഥത എന്നിൽ നിർവീര്യം ചെയ്ത് കളയാനുള്ള പ്രാപ്തിയിലാണ് നമ്മുടെ സഹകരണത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പം സഹകരണം തീർച്ചയായിട്ടും കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള അനുഭവം നിരന്തരമായിട്ട് ക്രമീകരിച്ച് തുടരുമ്പോഴാണ് മനുഷ്യ സഹജതയിലോട്ട് അടുക്കുന്നത്. മനുഷ്യ സഹജത അനിവാര്യമാണ്. മൃഗത്തിന് മൃഗസഹജതയാണ് അത് കാട്ടിൽ വസിക്കുന്നത്. മനുഷ്യ സഹജതയാണ് നമ്മൾ സമൂഹത്തിൽ വസിക്കേണ്ടത്. മനുഷ്യ സഹജത ആ മനനം ചെയ്ത് കരുടുകൾ മാറ്റി, കരുടുകളുടെ ഒരു അംശം പോലും ഇല്ലാതെ, ഭയമില്ലാതെ, ഉത്കണ്ഠയില്ലാതെ ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുമായിട്ട് എവിടെ സഹകരിക്കാൻ സാധിക്കുന്നോ അതിൻ്റെ തുടർച്ച മാത്രമാണ് എവിടെയും എല്ലായ്പ്പോഴും. ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് സമാധാനത്തിൽ സഹകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ്, അല്ലാണ്ട് മറ്റൊരു സംഭവമില്ല. ഏതെങ്കിലും ഒരാളായിട്ട് നമുക്ക് സമാധാനത്തിൽ സഹകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തുടരുന്നതാണ് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. കൂടുമ്പോൾ ഇമ്പമുള്ളത്, എവിടെ കൂടുമ്പോൾ ഇമ്പമുള്ളത്, അത് നിത്യമായിട്ട് തുടരുന്ന ഭാഗം, അതാണ് സത്യം. ഓഷോ എന്ന് പറയുന്നതിന് ബിംബമില്ല, അതിനൊരിക്കലും റിഫ്ലക്ഷൻ ഇല്ല. അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന് റിഫ്ലക്ഷൻ ഇല്ല. അതുകൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കാൻ മറ്റ് കാരണങ്ങളൊന്നുമില്ല. കാരണം തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതൊരിക്കലും സ്റ്റോപ്പ് ആകുന്നില്ല. അങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ ആരംഭിക്കുന്നത്. ആ ഭാഗം, ആ നിരന്തരം പ്രവർത്തിക്കുന്ന അവസ്ഥ, അതിന് ഒരു കരസ്ഥല ആദ്യവുമില്ല അന്ത്യവുമില്ല, അതിന് രൂപവുമില്ല, അതിന് ശരീരവുമില്ല. അതൊരു പ്രത്യേക ശരീരത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്, അത് പ്രവർത്തനത്തിലാണ് നിരന്തരം. അത് പ്രത്യേകിച്ച് മറ്റോ ഒന്നിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കത്തില്ല, അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നിത്യമാണത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഞാൻ എന്ന് പറയുന്ന ഭാഗം. കാരണം ഇതിൻ്റെ മധ്യത്തിലാണ് ഞാൻ എന്താണ്? ഞാനൊന്നുമല്ല, ഒന്നിന് വേണ്ടിയിട്ടുമല്ല. അപ്പം ഈ പ്രവർത്തനത്തിലോട്ട് ഒരു വ്യക്തിക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ശരീരത്തെ നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. എന്തിൽ നിന്ന് വൃത്തിയാക്കണം? ശരീരത്തിന് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഭാഗത്ത് നമ്മൾ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യണം. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ആവശ്യങ്ങളില്ലാതെ, ഒരാവശ്യവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗം ഈ ശരീരത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. ഈ ശരീരത്തിൽ തന്നെ ഒരാവശ്യവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഭാഗം, അതാണ് ആത്മബോധത്തിൻ്റെ ആരംഭം. ആത്മബോധത്തിന് യാതൊരു ആവശ്യവുമില്ല, ശരീരത്തിനാണ് ആവശ്യങ്ങൾ. ശരീരമാണ് സംസാരിക്കുന്നത്, ശരീരമാണ്. ഒരിക്കലും ആത്മാവ് സംസാരിക്കുന്നില്ല. ആത്മാവ് ഉള്ളത് കൊണ്ട് ശരീരത്തിന് വൃത്തിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. മറ്റൊന്നിന് വേണ്ടിയിട്ടുമല്ലാതെ സംസാരിക്കാൻ സാധിക്കുന്നു. അത് ആത്മബോധം ഉള്ളതുകൊണ്ടാണ്. തുടർച്ചയായിട്ട് എവിടെ തുടർച്ചയുണ്ടോ, എപ്പോൾ തുടർച്ചയുണ്ടോ, നമുക്ക് ആശ്വാസം.
തുടർച്ച നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് എന്തിൻ്റെ തുടർച്ച? ശരീരത്തിൻ്റെ തുടർച്ച മാത്രമേ നഷ്ടപ്പെട്ടു പോകാനുള്ളൂ. അപ്പം ശരീരത്തിൻ്റെ തുടർച്ച എന്തുമായിട്ട് കണക്ട് ചെയ്യും? ആത്മബോധവുമായിട്ട് കണക്ട് ചെയ്യും. ചെയ്യാനുള്ളത് ശരീരത്തിൻ്റെ തുടർച്ച ആത്മബോധവുമായിട്ടാണ്. ആത്മബോധവുമായിട്ട് മാത്രമേ തുടർച്ചയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് സത്യം. സത്യസന്ധമായിട്ട് ഒരു ശരീരത്തിന് അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ അപ്പോഴാണ് സമാധാനമാണ്. എന്തിനാണ് സമാധാനം? ശരീരത്തിനാണ് സമാധാനം, അതിന് വ്യക്തിബോധത്തിനല്ല. വ്യക്തിബോധം എന്നും സമാധാനത്തിലാണ്, അതിന് ഒരിക്കലും സമാധാനത്തിൻ്റെ ആവശ്യമില്ല. ശരീരത്തിനാണ്. ശരീരത്തിന് മാത്രമേ ആവശ്യങ്ങളുള്ളൂ. ആ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ശരീരം ചത്ത് ചീഞ്ഞ് നശിച്ചു പോകും. കാരണം ശരീരം അതാണ്, ശരീരം നശിക്കാനുള്ള ഭാഗത്ത് തന്നെയാണ് ശരീരം. പക്ഷെ ശരീരത്തിന് വൃത്തി വേണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആത്മബോധവുമായിട്ട് കണക്ട് ചെയ്താൽ ശരീരത്തിനെ വൃത്തിയാക്കി എടുക്കാം. സുസ്ഥിരമായിട്ട് ശരീരത്തെ നിലനിർത്താനും പറ്റും. ശരീരത്തെ ആത്മബോധവുമായിട്ട് കണക്ട് ചെയ്താൽ ശരീരത്തിന് വൃത്തി കൊണ്ടുവരാൻ, നിലനിർത്താൻ സാധിക്കും, തുടർച്ച കൊണ്ടുവരാൻ സാധിക്കും. അവിടെ സമാധാനപരമായിട്ട് ഐക്യത്തിൽ പരസ്പരം മറ്റുള്ള ശരീരവുമായിട്ട് സഹകരിക്കുന്ന ഭാഗവും കൊണ്ടുവരാൻ സാധ്യമാണ്. അവിടെയാണ് ജീവിതത്തിൻ്റെ ഭാഗം. കാരണം ജൈവാവസ്ഥയിൽ ആത്മബോധത്തെ കൊണ്ടുവരികയും ശരീരത്തിൻ്റെ ജൈവാവസ്ഥയിൽ ആത്മബോധത്തെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ കൃത്യത കൊണ്ടുവരാൻ സാധിക്കുന്നത്. ശരീരത്തിൻ്റെ ജൈവാവസ്ഥയിൽ ആത്മബോധം കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. താല്പര്യമുണ്ടെങ്കിൽ ഒരു ആവശ്യമില്ല. കാരണം ശരീരം നശിക്കുന്നതാണെന്ന്, ശരീരം നശിച്ചു പോകും, ശരീരം നശിച്ചു പോകുന്നതാണ്. ശരീരത്തെ കയറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആത്മബോധത്തിൽ ഇരിക്കുന്നൊരു വ്യക്തി ശരീരം നശിക്കാൻ വേണ്ടിയിട്ട് ശരീരം നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തിക്ക് ഭയം, ഉത്കണ്ഠ, ആശങ്ക ഇതൊന്നും ഒരു വിഷയമേ അല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഈ ശരീരത്തിൽ ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്, ആശങ്കയുണ്ട്, മറ്റുള്ളവരുടെ സ്വാധീനത്തിലൂടെ വിട്ടുപോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ആരുടെയും സ്വാധീനത്തിൽ പെട്ടുപോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആത്മസ്വാധീനത്തിൽ മാത്രമേ ഉള്ളൂ വഴി. ഏക വഴി മറ്റൊരു വ്യക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോകാതിരിക്കാൻ ആത്മാവിൻ്റെ സ്വാധീനത്തിൽ ശരീരത്തെ കൊണ്ടുവരണം. ആരുടെയും സ്വാധീനത്തിൽ പെടാതെ ഇരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഏക മാർഗം ആത്മസ്വാധീനത്തിലൂടെ ശരീരത്തെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ശരീരം നശിക്കുന്നതാണ്. ആരുടെ സ്വാധീനത്തിൽ പെട്ടാലും ശരീരം മാത്രമേ പെടാനുള്ളൂ, മറ്റൊന്നും പെടാനില്ല. ആത്മാവ് ഒരിക്കലും ആരുടെയും സ്വാധീനത്തിൽ പെടത്തില്ല. ഒരിക്കലും ആത്മാവിനെ ആരുടെയും സ്വാധീനത്തിൽ പെടുത്താൻ പറ്റത്തില്ല. ശരീരത്തെ മാത്രമേ പെടുത്താനുള്ളൂ. ശരീരം നശിക്കുന്നതുമാണ്, അല്പായുസേ ഉള്ളൂ, അത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ആരുടെയെങ്കിലും ശരീരത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു ശരീരത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും പെട്ടത് തന്നെയാണ്. കാരണം ഒരു ശരീരത്തിന് മറ്റൊരു ശരീരത്തെ ആശ്രയിച്ചാൽ ആ രണ്ട് ശരീരവും നിലനിൽക്കുന്നതല്ല, ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നുമില്ല. ഒരു ശരീരം മറ്റൊരു ശരീരത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ രണ്ടും ദുർബലമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ആത്മാവിൻ്റെ സ്വാധീനത്തിൽ മാത്രമാണ് ഒരു ശരീരത്തിന് വൃത്തിയും സമാധാനവും തുടർച്ചയും ഉണ്ടാകത്തുള്ളൂ. ആത്മാവിൻ്റെ സ്വാധീനത്തിലല്ലാതെ മറ്റൊരു വ്യക്തി കബളിപ്പിക്കാൻ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തിലിരിക്കുന്നൊരു വ്യക്തി സ്വാധീനിച്ചാൽ തീർച്ചയായിട്ടും രണ്ട് ശരീരവും നശിക്കാനുള്ളതാണ്, നാശം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. അതങ്ങനെ തന്നെ, അത് കാലം കൊണ്ടുപോകും. ഇപ്പം വ്യക്തിക്ക് വൃത്തി വേണം, വൃത്തിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വ്യക്തിയിൽ ഒരു ആത്മബോധമുണ്ട്. അതിനെന്ത് വേണം? ശരീരത്തെ വൃത്തിയാക്കി എടുത്താൽ ആത്മബോധമുണ്ട്. യാതൊരു താല്പര്യത്തിനും കൂട്ടാക്കാതെ വഴങ്ങാതെ നിത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആത്മബോധമുണ്ട് ഈ ശരീരത്തിൽ. ആ ബോധത്തെ കണ്ടെത്താൻ താല്പര്യമുണ്ടെങ്കിൽ കർമ്മമണ്ഡലത്തിൽ വൃത്തി കൊണ്ടുവരണം. ഫലമിച്ഛിക്കാതെ കർമ്മമണ്ഡലത്തിൽ വൃത്തിയുടെ അടിസ്ഥാനം, അതിൻ്റെ കീ ഭാഗം ഫലമിച്ഛിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ശരീരശുദ്ധി. കാരണം ശരീരത്തെ നിലനിർത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നിലനിൽക്കുന്ന ആത്മാവുമായിട്ട് കണക്ട് ചെയ്താൽ ശരീരത്തെ നിലനിർത്താൻ സാധിക്കും. അതിന് താല്പര്യമുള്ളവർ അവർ മാത്രമേ അത് കേൾക്കത്തുള്ളൂ, അല്ലാത്തവരത് എടുക്കത്തില്ല. എവിടെയും വൃത്തിക്ക് വൃത്തിയുണ്ട്, തുടർച്ചയ്ക്ക് തുടർച്ചയുണ്ട്.
എവിടെയും വൃത്തിക്ക് വൃത്തിയുണ്ട്, സമാധാനത്തിന് സമാധാനമുണ്ട്, ഐശ്വര്യത്തിന് ഐശ്വര്യമുണ്ട്. ഇതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇത് മാത്രമേ വഞ്ചിക്കപ്പെടാതെ ഇരിക്കത്തുള്ളൂ. വഞ്ചനയിൽ എന്നും വഞ്ചനയുണ്ട്. വഞ്ചനയുള്ള വ്യക്തിയിൽ എന്നും വഞ്ചനയുണ്ടാകും. വഞ്ചനയുള്ളൊരു വഞ്ചന മാത്രമേ കാണത്തുള്ളൂ. ചതിയുള്ളവൻ ചതി മാത്രമേ കാണത്തുള്ളൂ. അത് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പം തുടർച്ചയിൽ ഒരിക്കലും ചതിയില്ല, വഞ്ചനയില്ല, ആക്ഷേപമില്ല, വാശിയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. കാരണം തുടർച്ചയാണ്. തുടർച്ച സത്യസന്ധതയിൽ നിന്ന് മാത്രം സാധ്യമാകുന്നതാണ്. തുടർച്ച സത്യത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. തുടർച്ച ഒരിക്കലും ആർക്കും കൃത്രിമമായിട്ട് കൊണ്ടുവരാവുന്ന ഒന്നല്ല. ഓ ഷുവർ.